പേളി മാണിയും മേജർ രവിയും ഒക്കെ ഈ പറഞ്ഞ പോലെ ഏറിൽ കയറുകയോ എന്നൊക്കെ പറയത്തില്ല എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. മേജർ രവി പിന്നെ സ്ഥിരം ചെയ്താ പരിപാടി. പേളി മാണിക്ക് ആദ്യമായിട്ടാണ് തോന്നുന്നല്ലേ. അല്ല തന്നെ പേളി മാണിയെ പോലത്തെ ഒരാൾ ഇങ്ങനത്തെ വിഷയത്തിൽ ഇടപെടേണ്ട ആവശ്യമൊന്നും പേളി മാണിക്കില്ല. പിന്നെ പേളി മാണിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പേളി മാണി മാത്രമല്ല കുറേ എണ്ണമുണ്ട് ഇങ്ങനത്തെ എന്താ പറയുക കണ്ടൻ്റൊക്കെ ആയിട്ട്. ഇപ്പോൾ ഇൻ്റർവ്യൂ ചാനൽ തുടങ്ങിയിട്ട് സകലതയും വിളിച്ച് ഇരുത്തിയിട്ട് പൊക്കിപ്പറച്ചിലും എന്ന് വെച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടാൽ തന്നെ അറിയരുത് അവരുടെ നിലവാരം എന്താണ്. അപ്പോൾ ഇങ്ങനൊരു വിഷയത്തിൽ ഇതിൽ കൂടുതൽ എന്താണ് പേളി മാണിയിൽ നിന്ന് പ്രതീക്ഷിച്ചതെന്ന് എനിക്കറിയത്തില്ല ഈ നാട്ടുകാരൊക്കെ. പക്ഷെ പേളി മാണി അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടും നന്നായി. അഹാനാക്യത്തിന് ഈ ഇങ്ങനെയുള്ള സമയത്ത് എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അതും ഇങ്ങനെ ആയേനെ. അങ്ങനെ പിന്നെ മേജർ രവിയെ ശരിക്കും പറഞ്ഞാൽ ഇതിനു മുമ്പ് എവിടെ കണ്ടാലും എന്ത് പരിപാടി അവതരിപ്പിച്ചാലും പുള്ളി ഇങ്ങനെയാണ്. ഇനിയും പേർലി മാണി ഇതുപോലത്തെ പരിപാടികൾ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്. കാരണം പേർലി മാണിക്ക് ഒരു പ്രചോദനമായിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇത് പേർലി മാണി പൊട്ടിക്കരഞ്ഞെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പൊട്ടിക്കരഞ്ഞെന്നോ അങ്ങനെയാണ് അങ്ങനെന്തോ പറയുന്ന ഒരു ചെറിയൊരു ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. പിന്നെ സാബുമോൻ പറയുന്നു ഈ കർഷകരുടെ സമരത്തിന് മെഡിക്കൽ എൻട്രൻസിന്റെ വിഷയത്തിനേക്കാളും മുമ്പ് നമ്മുടെ നാട്ടിലെ ആഹാര വിതരണത്തിന്റെ സന്തുലിതാവസ്ഥയെ ബാധിക്കുന്ന ഒരു വലിയ സമരം നടന്നു, കർഷക സമരം. ഒരു മനുഷ്യൻ ഈ കൂട്ടത്തിനകത്ത് നിന്ന് ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു വന്നിട്ടില്ല. ഈ സമരത്തിൽ കർഷകരും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വന്നതായിട്ടൊന്നും കണ്ടില്ല. അങ്ങനെ പ്രത്യേകതയൊന്നും അങ്ങനെ വാർത്തകളൊന്നും കണ്ടില്ല. എനിക്കറിയത്തില്ല അങ്ങനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവർ വന്നോന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവർ ഇവരുടെ കാര്യത്തിലും അവരുടെ കാര്യത്തിലും ഇടപെടുന്നില്ല. ഈ പാർട്ടിക്കാരുടെ കാര്യം പറഞ്ഞ പോലെ ഒരു പാർട്ടി ഭരിക്കുമ്പോൾ ആ പാർട്ടിയിലുള്ള ആൾക്കാർ എന്ത് തെറ്റ് ചെയ്താലും ആ പാർട്ടിയിലുള്ളവരെല്ലാവരും ഒരുപോലെ ക്ഷമിക്കും, സഹിക്കും, ഒന്നും പ്രതികരിക്കാറോ സമരം ചെയ്യാറോ ഇല്ല. പിന്നെ ഇപ്പോൾ നീറ്റ് പരീക്ഷയായിട്ട് ബന്ധപ്പെട്ടുള്ള സമരത്തിന് സ്റ്റുഡൻസ് മുന്നോട്ട് വരും, കർഷകരുടെ സമരത്തിന് കർഷകർ മുന്നോട്ട് വരും, പിന്നെ സ്ത്രീകളുടെ വല്ല പരിപാടിയാണ് സ്ത്രീകൾ മുന്നോട്ട് വരും. പക്ഷേ ഇവിടെ കോമഡി എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ പലരുടെയും പോസ്റ്റിനകത്ത് ഇപ്പോൾ ഈ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള സ്ത്രീകൾ പെൺകരുത്ത്, ഒരു ബസ് തടയുന്നൊരു പെണ്ണിൻ്റെ ഫോട്ടോ, പിന്നെ പല പെണ്ണുങ്ങളുടെയും ഇതുപോലത്തെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടാകും. അപ്പം പെൺകരുത്ത്, അവിടെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുപോലെയൊക്കെ തന്നെ അവർക്ക് തോന്നുള്ളൂ. അവരങ്ങനെ ആണും പെണ്ണും വേർതിരിച്ചൊന്നും അവിടെ ആരും സമരത്തിന് പ്രത്യേകതയൊന്നും കൊടുത്തില്ല. പിന്നെ ശരിയാണൊരു നല്ലൊരു ഒരു എന്താ പറയണ്ട ഒരു പോസ്റ്റർ അവർക്ക് കിട്ടി. ആ പെൺകുട്ടി ഇങ്ങനെ പോലീസ് വാൻ തടഞ്ഞു നിർത്തുന്നത് വളരെ നല്ല വളരെ രസകരമായ ഒരു കാഴ്ചയായിരുന്നു. പക്ഷേ അതിന് പ്രത്യേകം എടുത്ത് പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊക്കെ ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷനൊക്കെ ഇന്ന് ആർക്കും അധികം ഇല്ല. പിന്നെ ഇത് ഈ രീതിക്ക് പോസ്റ്റ് ഇടാതിരിക്കാൻ കൂടെ ശ്രമിച്ചിരുന്നെങ്കിൽ വളരെ നല്ലതാണ്. അതൊക്കെ നിങ്ങളുടെയൊക്കെ പ്രശ്നമാണ്, അത് ആ പിള്ളേരുടെ പ്രശ്നം അതല്ല. പെൺകരുത്ത് കാണിക്കാനോ ആൺകരുത്ത് കാണിക്കാനോ ഒന്നും അല്ല അവർ വന്നത്. ഇതൊക്കെ ഇവിടെയുള്ള കുറേ ആൾക്കാർ എന്തോന്നൊക്കെയാണ് ഇത് ഓരോന്നങ്ങ് മുതലെടുക്കുക. ഷാജി